ഇനി നമുക്ക് ഐലറ്റ് വീൽ സ്റ്റിച്ച് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ ഒരു സർക്കിൾ വരച്ച് കൊടുക്കണം. എന്നിട്ട് അതിനെ ഈക്വലായിട്ട് നമുക്ക് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 6 സ്ട്രാൻഡ്സിലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എ, ബി, സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് സി ആണ്, പിന്നെ ഡി. അപ്പോൾ ആദ്യം നമുക്ക് എയിൽ നിന്നും നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ ബിയിൽ നമുക്കിതുപോലെ ഇറക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ എയിൽ നിന്ന് തന്നെ നീഡിലെടുക്കണം. എന്നിട്ട് ഈ സിയിൽ നമുക്കിതുപോലെ ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനിയും എടുക്കേണ്ടത് നീഡിൽ ഡിയിലാണ്. ഇതുപോലെ എന്നിട്ട് നമ്മളിവിടെ ഈ ഔട്ടർ സർക്കിൾ തയ്ച്ചില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും തയ്ച്ച് കൊടുക്കണം. അതിന് മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് എയിൽ നീഡിൽ കുത്തിയിട്ട് ഡിയിലേക്ക് ഇതുപോലെ കൊണ്ടുവരാം. ഇനി നമുക്ക് സിയിൽ ഇറക്കി കൊടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് വീണ്ടും ഈ പോയിന്റിലാണ് എടുക്കേണ്ടത്. അടുത്ത പോയിന്റിൽ നീഡിലെടുക്കാം. എന്നിട്ട് ഈ ഔട്ടർ സർക്കിൾ തയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഡിയിൽ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കണം. ഇതുപോലെ എന്നിട്ട് സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐലറ്റ് വീൽ സ്റ്റിച്ച് തയ്ക്കുന്നത്. നമുക്കിനി ഇവിടെ നിന്ന് നീഡിലെടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് നീഡിലെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് എന്നിട്ടിവിടെ സെൻറ്ററിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് നീഡിലെടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് നീഡിലെടുക്കേണ്ടത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്നിട്ട് നമുക്ക് ഇവിടെ ഇറക്കി കൊടുക്കാം ഇതുപോലെ. അപ്പം ഇങ്ങനെയാണ് ഐലറ്റ് വീൽ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ചെറുതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഈ ഒരു സർക്കിള്. ഇത് നമുക്ക് ഫ്ലവറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഓൾ ഓവർ ഡിസൈനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇടയ്ക്ക് ബീഡ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.